കർണൻ, വിധിയുടെയും വിശ്വസ്തതയുടെയും കഥ. കുരുക്ഷേത്ര യുദ്ധക്കളം, പൊടിപടലങ്ങളും രക്തവും ആയുധങ്ങളുടെ കിലുക്കവും നിറഞ്ഞ ഒരു പ്രളയമായിരുന്നു. ഈ അരാജകത്വത്തിനിടയിലും രണ്ട് യോദ്ധാക്കൾ വേറിട്ടു നിന്നു. പാണ്ഡവരുടെ അഗ്രഗണ്യനായ വില്ലാളി അർജുനനും കൗരവരുടെ അജയ്യനായ പോരാളി കർണനും. അവരുടെ വൈരാഗ്യം ഐതിഹാസികമായിരുന്നു. വർഷങ്ങളുടെ വെറുപ്പും അവഗണനയും ദുർവിധിയും അതിന് ആക്കം കൂട്ടി. അധിരഥന്റെയും രാധയുടെയും വളർത്തുപുത്രനായ കർണൻ താഴ്ന്ന നിലയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു മഹായോദ്ധാവായിരുന്നു. ദിവ്യമായ കവചകുണ്ടലങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ട അദ്ദേഹം അജയ്യനായിരുന്നു. കൗരവരിൽ മൂത്തവനായ ദുര്യോധനനോടുള്ള അദ്ദേഹത്തിന്റെ വിശ്വസ്തത അളവറ്റതായിരുന്നു. ലോകം അദ്ദേഹത്തെ ഒരു തേരാളിയുടെ മകനെന്ന് പറഞ്ഞ് അവഗണിച്ചപ്പോൾ ദുര്യോധനനാണ് അദ്ദേഹത്തെ അംഗീകരിച്ചത്. മറ്റുള്ളവർ പാണ്ഡവരെ പോലും നിഷേധിച്ച സൗഹൃദവും ആദരവും ദുര്യോധനൻ അദ്ദേഹത്തിന് നൽകി. എന്നിട്ടും കർണൻ ഒരു രഹസ്യം ഉള്ളിൽ സൂക്ഷിച്ചിരുന്നു. യുദ്ധത്തിന് തലേ ദിവസം പാണ്ഡവരുടെ മാതാവായ കുന്തിയാണ് അത് അദ്ദേഹത്തോട് വെളിപ്പെടുത്തിയത്. താനായിരുന്നു കർണന്റെ യഥാർത്ഥ മാതാവ്. യൗവനത്തിലെ ഒരു പിഴവ് കാരണം കർണനെ ഉപേക്ഷിക്കേണ്ടി വന്നതാണ്. ഈ വെളിപ്പെടുത്തൽ കർണനെ തകർത്തു. താൻ സ്വന്തം സഹോദരന്മാർക്കെതിരെയാണ് പോരാടുന്നതെന്ന് അദ്ദേഹം അറിഞ്ഞു. കുന്തി മക്കളെ രക്ഷിക്കാൻ വേണ്ടി കർണനോട് പാണ്ഡവരുടെ പക്ഷത്ത് ചേരാൻ അപേക്ഷിച്ചു. പാണ്ഡവരിൽ മൂത്തവനായതിനാൽ രാജപദവി വാഗ്ദാനം ചെയ്തു. എന്നാൽ മനസ്സ് വേദനിച്ചെങ്കിലും കർണൻ അത് നിരസിച്ചു. ദുര്യോധനനോടുള്ള തന്റെ വിശ്വസ്തത ബന്ധുത്വത്തിന്റെയോ അധികാരത്തിന്റെയോ പ്രലോഭനങ്ങളെക്കാൾ വലുതായിരുന്നു. അദ്ദേഹം വാക്കുകൊടുത്തിരുന്നു. തന്റെ സുഹൃത്തിനെ ഒറ്റിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്നിരുന്നാലും അമ്മയ്ക്കൊരു വാക്കുകൊടുത്തു. അർജുനനെ ഒഴികെ മറ്റൊരു പാണ്ഡവനെയും താൻ വധിക്കുകയില്ല എന്ന്. അർജുനനുമായി ഒരു ഏറ്റുമുട്ടൽ അനിവാര്യമാണെന്നും അതിലൊരാൾക്ക് മരണം സംഭവിക്കുമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. യുദ്ധം തുടർന്നു. കർണനും അർജുനനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എത്തിച്ചേർന്നു. അത് മഹത്തായ ഒരു യുദ്ധമായിരുന്നു. ഇരുയോദ്ധാക്കളും തങ്ങളുടെ മികച്ച കഴിവുകളും ദിവ്യായുധങ്ങളും പ്രകടിപ്പിച്ചു. അവരുടെ പോരാട്ടം അതിന്റെ പാരമ്യത്തിലെത്തിയപ്പോൾ കർണന് നിരവധി നിർഭാഗ്യങ്ങൾ നേരിടേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ രഥചക്രം ചെളിയിൽ താഴ്ന്നുപോയി. മുൻപൊരിക്കൽ അദ്ദേഹത്തെ ശപിച്ച ഒരു ബ്രാഹ്മണന്റെ ശാപം ഫലിച്ചു. ഏറ്റവും പ്രധാനമായി അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന ദിവ്യമായ ശക്തി ആയുധം ഘടോത്കചന്റെ മേൽ ഉപയോഗിച്ചു കഴിഞ്ഞിരുന്നു. തന്റെ ദയനീയാവസ്ഥയിലും കർണൻ ധീരമായി പോരാടി. എന്നാൽ വിധിയും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സ്വന്തം തിരഞ്ഞെടുപ്പുകളും അദ്ദേഹത്തിന് എതിരായിരുന്നു. കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ അവസരം മുതലെടുത്തു. കർണന്റെ യഥാർത്ഥ വ്യക്തിത്വം അറിഞ്ഞിട്ടും കൃഷ്ണൻ അർജുനനോട് അമ്പ് എയ്യുവാൻ ആവശ്യപ്പെട്ടു. അർജുനൻ അമ്പെയ്തു. അത് ലക്ഷ്യം കണ്ടു. ദുരന്തനായകൻ കർണൻ വീണു. തന്റെ വിശ്വസ്തത നിലനിർത്തിക്കൊണ്ട് തന്റെ രഹസ്യം ലോകത്തോട് വെളിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ മരണം യുദ്ധത്തിലൊരു വഴിത്തിരിവായിരുന്നു. അചഞ്ചലമായ വിശ്വസ്തതയുടെ വിനാശകരമായ അനന്തരഫലങ്ങൾക്ക് അതൊരു തെളിവായിരുന്നു. അത് സ്വയം നാശത്തിലേക്ക് നയിക്കുമ്പോൾ പോലും. കർണന്റെ കഥ ധർമ്മം, കർത്തവ്യം, ഒരു യോദ്ധാവിന്റെ പാരമ്പര്യത്തെ നിർവചിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ എന്നിവയുടെ സങ്കീർണതകളെക്കുറിച്ചുള്ള ഒരു ഹൃദയസ്പർശിയായ ഓർമ്മപ്പെടുത്തലാണ്.